വളരെ വേഗത്തിൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മയിൽ നിർത്താനും നിങ്ങളെ സഹായിക്കുന്ന ചില മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് എല്ലാം ഫോളോ ചെയ്യാനായി ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധാരണയേക്കാൾ വേഗതയിൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്താനും സാധിക്കും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സ്റ്റെപ്പ് 1, ദ റൈറ്റ് മൈൻഡ് സെറ്റ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങളുടെ സെൽഫ് ഡൗട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ പഠിക്കാനും വളരെ നല്ല സ്കോർ നേടാനും സാധിക്കുമെന്ന് വിശ്വസിക്കുക. സ്വയം ഇത്തരത്തിൽ പറയാനായി ശ്രമിക്കുക. ഞാൻ മിടുക്കനാണ്, എന്നെക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും നല്ല സ്കോർ വാങ്ങാനും വിജയിക്കാനും എല്ലാം സാധിക്കുമെന്ന് സ്വയം പറയുക. അതുപോലെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ കണ്ട് ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. അത്തരത്തിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റുകളെ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുക. ഒരിക്കലും ഒരു പ്രശ്നമായി കാണാതിരിക്കുക. ഇത്തരത്തിലൊരു കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക. എന്തെന്നാൽ കോൺഫിഡൻസ് എന്നത് ഒരു മാജിക് പില്ലാണ്. ഇറ്റ് മേക്സ് ലേണിംഗ് ഈസിയർ. സ്റ്റെപ്പ് 2, ലേൺ സ്മാർട്ടർ നോട്ട് ഹാർഡർ. പഠനം ബുദ്ധിമുട്ടുള്ളതോ വിരസമായതോ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കുന്നതോ ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും വായിച്ച് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് മറക്കുന്നുണ്ടോ? ഡോണ്ട് വറി, പ്രശ്നം നിങ്ങളിലല്ല, നിങ്ങൾ പഠിക്കുന്ന രീതിയിലാണ്. എഫക്റ്റീവായി എങ്ങനെ പഠിക്കാം? ഫസ്റ്റ് 1, ദ ഫെയ്ൻമാൻ ടെക്നിക്. ഒരു 5 വയസ്സുള്ള കുട്ടിയെ വളരെ ടഫായിട്ടുള്ള ഫിസിക്സോ ഹിസ്റ്ററിയോ പഠിപ്പിക്കാനായി നിങ്ങൾ ശ്രമിക്കുകയാണെന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായി ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ സബ്ജക്റ്റിനെ പഠിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സിലബസിൽ നിന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ശേഷം സിമ്പിൾ വേർഡ്സിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ പാഠം പഠിപ്പിക്കുന്നത് പോലെ ആ കുട്ടിക്ക് എത്തരത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നോ അത്തരത്തിൽ വളരെ ലളിതമായ രീതിയിൽ. ഫൈൻഡ് ഗ്യാപ്സ്. നിങ്ങൾക്ക് വിടവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. സിംപ്ലിഫൈ ഫർദേഴ്സ്. ചില ഉദാഹരണങ്ങൾ ഉപയോഗിക്കുക. കഠിനമായ ഭാഗങ്ങൾ വീണ്ടും പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ന്യൂട്ടൻ്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വെറുതെ മനഃപ്പാഠമാക്കുന്നതിന് പകരം ഇത് പരീക്ഷിക്കുക. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. വളരെ സിമ്പിളായി ഇത്തരത്തിൽ ചിന്തിക്കാം. ആരെങ്കിലും തട്ടിയില്ലെങ്കിൽ ഒരു പന്ത് ചലിക്കില്ല. ന്യൂട്ടൻ്റെ രണ്ടാമത്തെ നിയമം. ഞാനൊരു ഭാരം കുറഞ്ഞ വസ്തുവും ഭാരമുള്ളൊരു വസ്തുവും തള്ളുകയാണെങ്കിൽ ഭാരം കുറഞ്ഞ വസ്തു വേഗത്തിൽ നീങ്ങുന്നു. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ നിയമം. ഞാനൊരു മതിൽ തള്ളുകയാണെങ്കിൽ അത് തുല്യ ശക്തിയോടെ പിന്നിലേക്ക് തള്ളുന്നു. എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ലളിതമായ വാക്കുകളിൽ എന്തെങ്കിലും വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നന്നായി മനസ്സിലാക്കുകയും കൂടുതൽ സമയം ഓർക്കുകയും ചെയ്യും. രണ്ടാമത്തേതാണ് ആക്റ്റീവ് റീകാൾ. ട്രെയിൻ യുവർ ബ്രെയിൻ ലൈക്ക് എ മസിൽ. ആക്റ്റീവ് റീകാൾ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് നിങ്ങൾ വായിക്കുന്നതിന് പകരം ഇടയ്ക്കിടെ സ്വയം ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ആദ്യത്തേത്, നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് വായിക്കുക. രണ്ടാമതായി, പുസ്തകം അടച്ച് പ്രധാന പോയിന്റുകൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക. ശേഷം മൂന്നാമതായി, നിങ്ങൾ എന്തെങ്കിലും മറന്നാൽ പുസ്തകം തുറന്ന് വീണ്ടും പരിശോധിക്കുക. ഈ പ്രക്രിയ ആവർത്തിക്കുക. നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഓർമ്മിക്കാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് വായിച്ചതിനു ശേഷം പുസ്തകം അടച്ച് നിങ്ങൾ ഓർക്കുന്നതെല്ലാം എഴുതുക. നിങ്ങൾ മാത്ത് ഫോർമുലാസ് ആണ് പഠിക്കുന്നതെങ്കിൽ പുസ്തകം നോക്കാതെ റീകോൾ ചെയ്ത് എഴുതാനായി ശ്രമിക്കുക. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ അല്ലാതെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നന്നായി ഓർക്കുന്നു. നിഷ്ക്രിയമായി വായിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ സജീവമായ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ബ്രെയിനിനെ വിവരങ്ങൾ സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്തേതാണ് മൈൻഡ് മാപ്സ് ആൻഡ് വിഷ്വൽ ലേണിംഗ് മേക്ക് സ്റ്റഡിയിങ് ഫൺ. നമ്മുടെ ബ്രെയിൻ ചിത്രങ്ങൾ, നിറങ്ങൾ, കണക്ഷനുകൾ എന്നിവ ഇഷ്ടപ്പെടുന്നു. ദൈർഘ്യമേറിയ കുറിപ്പുകൾ എഴുതുന്നതിന് പകരം ഒരു മൈൻഡ് മാപ്പ് വരയ്ക്കുക അല്ലെങ്കിൽ വിഷ്വൽ ട്രിക്കുകൾ ഉപയോഗിക്കുക. ഇതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 1, ഒരു പേപ്പർ എടുത്ത് പ്രധാന വിഷയം മധ്യഭാഗത്ത് എഴുതുക. ശേഷം അതിൻ്റെ സബ് ടോപ്പിക്സ് അതിൻ്റെ ശാഖകളായി വരയ്ക്കുക. മൂന്നാമതായി, കണക്ഷനുകൾ ഉണ്ടാക്കാൻ നിറങ്ങൾ, ഡ്രോയിങ്ങുകൾ, ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മനുഷ്യ നാഡീവ്യൂഹം പഠിക്കുകയാണെങ്കിൽ 5 പേജുള്ള കുറിപ്പുകൾ എഴുതുന്നതിന് പകരം ഇത് വരയ്ക്കുക. ഫസ്റ്റ്, മസ്തിഷ്കം ശരീരത്തെ നിയന്ത്രിക്കുന്നു. സുഷുമ്നാ നാഡി സന്ദേശങ്ങൾ അയക്കുന്നു. ഞരമ്പുകൾ സിഗ്നലുകൾ വഹിക്കുന്നു. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മസ്തിഷ്കം ചിത്രങ്ങളും കണക്ഷനുകളും പ്ലെയിൻ ടെക്സ്റ്റിനേക്കാൾ നന്നായി ഓർക്കുന്നു. നാലാമത്തേതാണ് ദ 18-20 റൂൾ.
നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻസിൽ 80% വരുന്നത് സിലബസിൻ്റെ 20% മാത്രമാണ്. സ്മാർട്ടായ സ്റ്റുഡൻസ് അനാവശ്യ വിശദാംശങ്ങളിൽ സമയം പാഴാക്കുന്നതിന് പകരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സോ ഇതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് വൺ, കഴിഞ്ഞുപോയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുക. ഏറ്റവും ആവർത്തിച്ചിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തുക. ശേഷം അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റെന്തിനു മുമ്പ് അവയിൽ പ്രാവീണ്യം നേടുക. മൂന്നാമതായി, സമയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ പ്രാധാന്യം കുറഞ്ഞ ഭാഗങ്ങൾ പഠിക്കുക. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്നാൽ ഇത് സമയവും ഊർജവും ലാഭിക്കുന്നു, നിങ്ങളുടെ പഠന സമയം കൂടുതൽ ഫലപ്രദമാക്കുന്നു. സ്റ്റെപ്പ് 3, മാസ്റ്റർ ടൈം മാനേജ്മെൻറ്റ് ഫോർ സ്റ്റഡിങ്. എ, ദ പ്രോമോഡോറോ ടെക്നിക്. സ്റ്റഡി ഇൻ ഷോർട്ട് ബേഴ്സ്. ഫസ്റ്റ് വൺ, 25 to 50 മിനിറ്റ് പഠിക്കാനായി ശ്രമിക്കുക. ശേഷം 5-10 മിനിറ്റ് ഇടവേള എടുക്കുക. നടക്കാനോ വിശ്രമിക്കാനോ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. ശേഷം വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കുക. ഇത്തരത്തിൽ 4 സെക്ഷനുകൾ എടുത്തതിന് ശേഷം 20-30 മിനിറ്റ് നീണ്ടൊരു ഇടവേള എടുക്കുക. ഇത്തരത്തിൽ പഠിക്കാനായി ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കുന്നത് വളരെ സ്ട്രെസ്ഫുള്ളായ ഒന്നായി തോന്നുകയില്ല. ഇത് നിങ്ങളുടെ മൈൻഡിനെ കൂടുതൽ ഫ്രഷായി നിലനിർത്തുകയും ചെയ്യും. ബി, ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിംഗ്. ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഷെഡ്യൂൾ ചെയ്തു വെക്കുക. അതിൽ ഉറച്ചു നിൽക്കുക. റിവൈസ് ഡെയിലി. ദിവസേന അവലോകനം ചെയ്യുക. ചെറിയ ഘട്ടങ്ങൾ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നു. എല്ലാം ഓർക്കാൻ ഞായറാഴ്ച ഒരു അവലോകന ദിനമായി ഉപയോഗിക്കുക. സോ നന്നായി ആസൂത്രണം ചെയ്ത ഒരു വിദ്യാർത്ഥി ഒരിക്കലും പരാജയപ്പെടില്ല. സ്റ്റെപ്പ് 4, എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഒരു സുഹൃത്തിനെയോ പഠന പങ്കാളിയെയോ കണ്ടെത്തുക. അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. റൈറ്റ് നോട്ട്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. പുസ്തകത്തിലുള്ളതുപോലെ അന്ധമായി പകർത്തരുത്. നിങ്ങളുടേതായ രീതിയിൽ തിരുത്തി എഴുതുക. വലിയ പാരഗ്രാഫുകൾക്ക് പകരം ഹ്രസ്വവും ലളിതവുമായ പോയിന്റുകൾ ഉപയോഗിക്കുക. എഴുത്ത് മസിൽ മെമ്മറി സജീവമാക്കുന്നു, നന്നായി ഓർക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. സി, പരീക്ഷയ്ക്ക് മുമ്പ് മറ്റാരെങ്കിലും പഠിപ്പിക്കുക. വിശദീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാനായി ശ്രമിക്കുക. സോ ഒരു വിഷയത്തിൽ പ്രാവീണ്യം നേടാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗമാണ് അധ്യാപനം. സ്റ്റെപ്പ് 5, സൂപ്പർ ചാർജ് യുവർ മെമ്മറി. എ, ഈറ്റ് ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സ്. വാൾനട്ട്സ്, ഫിഷ്, എഗ്ഗ്, ഡാർക്ക് ചോക്ലേറ്റ്, ബ്ലൂബെറീസ്, ഗ്രീൻ ടീ. സോ ഇത്തരത്തിലുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതും നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ബി, ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്. പരീക്ഷയ്ക്ക് മുമ്പുള്ള രാത്രികളൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം വിവരങ്ങൾ ക്രമീകരിക്കുന്നു. കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറോളം ഉറക്കം പരമാവധി നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ക്വാളിറ്റി സ്ലീപ്പാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എനർജി എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 6, സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് സ്ട്രെസ് ഫ്രീ. എ, എക്സസൈസ് ഡെയിലി. ഡെയിലി 10 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്യാനായി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ബ്രെയിൻ പവർ ഇംപ്രൂവ് ചെയ്യാനായി സഹായിക്കും. സോ ചെറിയൊരു നടത്തത്തിന് പോലും നിങ്ങളുടെ മൈൻഡിനെ ക്ലിയർ ആക്കാനായി സാധിക്കും. സോ എന്തുകൊണ്ടെന്നാൽ എക്സസൈസ് ചെയ്യുന്നത് എൻഡോർഫിൻ റിലീസ് ആവാനും ഇത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും കാരണമാകും. ബി, യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഞാൻ സ്മാർട്ടാണെന്നും എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും സ്വയം പറയുക. എന്നെക്കൊണ്ട് ഇതിന് സാധിക്കില്ല, ഞാൻ പരാജയപ്പെടും എന്നുള്ള ചിന്തയും സംസാരവും ഒഴിവാക്കുക. എന്തുകൊണ്ടെന്നാൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ നമ്മളെ സഹായിക്കും. സ്റ്റെപ്പ് 7, ദ ഫൈനൽ സീക്രട്ട്. അപ്ലൈ നോളജ് ടു റിയൽ ലൈഫ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ യഥാർത്ഥ ജീവിതവുമായി ബന്ധിപ്പിക്കുക. സാമ്പത്തികം പഠിക്കുകയാണെങ്കിൽ പണം ലാഭിക്കാൻ തുടങ്ങുക. സയൻസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുക. മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും വിൽക്കാനായി ശ്രമിക്കുക. സോ എന്തിനിത്തരത്തിൽ ചെയ്യണം? ബിക്കോസ് ആപ്ലിക്കേഷൻ ഈക്വൽ ടു ട്രൂ അണ്ടർസ്റ്റാൻഡിങ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക.